ഹായ് ഹലോ, ദിസ് ഇസ് ടി ഡയറീസ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ പൊന്മുടിയിലോട്ടാണ്. ഇപ്പോൾ മഴ കാരണം നമ്മുടെ പൊന്മുടി അടവാണ്. അപ്പോൾ ഇപ്പോൾ പൊന്മുടിയിലോട്ടുള്ള യാത്രയൊക്കെ നിരോധിച്ചേക്കുവാണ്. അവിടെ ഫുള്ള് മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് സേഫ് അല്ല ഒട്ടും. അപ്പോൾ ആരും ഇങ്ങനത്തെ യാത്രകളൊന്നും ഇപ്പോൾ ചെയ്യരുത്. ഇപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങളൊരു തൂക്കുപാലത്തിലോട്ടാണ് പോയത്. പൊന്മുടിയിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൊന്മുടിയിൽ എത്തി. അപ്പോൾ താഴെ ടിക്കറ്റ് എടുക്കുന്ന സ്പേസ് ഉണ്ട്. നമ്മുടെ വണ്ടിക്കും നമുക്കും ചേർത്ത് ടിക്കറ്റ് എടുക്കണം. അവിടെ വെച്ചാണ് ഈ കൊരങ്ങനെ അതിൻ്റെ അമ്മേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് പോയി. അപ്പോൾ ബുള്ളറ്റിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ഷീണിക്കുമ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് നേരം നിന്ന് ആ കാഴ്ചയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും നിർത്തിയൊരു സ്ഥലമാണിത്. അടിപൊളി ഭംഗിയായിരുന്നു. മേഘക്കിടയിലും പൊന്മുടിയിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അവിടെ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ ഒരു KSRTC ബസ് കണ്ടത്. അപ്പോൾ അതെന്തോ നമ്മൾ ചോദിച്ചപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുമെന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്ന ആൾക്കാരെല്ലാം വഴിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കുറേ നാൾക്ക് ശേഷമുള്ള ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷിച്ച് വരുമ്പോഴാണ് നമ്മുടെ സൈക്കോ മഴയുടെ വരവ്. അപ്പം നമ്മുടെ മഴയെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വെയിലും ഇടയ്ക്കിടയ്ക്ക് മഴയെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കോട്ടിടുമ്പോൾ മഴ പോകും, കോട്ടില്ലാത്തപ്പോൾ വീണ്ടും ഞങ്ങൾ നനയ്ക്കാൻ വേണ്ടി മഴ പെയ്യും. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് മഴയായിരുന്നു. ഞങ്ങൾ കോട്ടൊക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ മഴയായി അവിടെ. പിന്നെ ഇടയ്ക്ക് ഒന്ന് വെയിലാവുമ്പോൾ ഞങ്ങൾ കോട്ട് ഊരിയില്ല. പക്ഷേ പൊന്മുടി പോകുമ്പോൾ നല്ല കോടയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഒരു 12 മണി 12:30 മുകളിൽ എത്തിയെങ്കിലും നല്ല കോടയായിരുന്നു, നല്ല മഴയായിരുന്നു. ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ പക്ഷേ നല്ലൊരു യാത്രയായിരുന്നു. ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്നിച്ചൊരു യാത്രയൊക്കെ പോകുന്നത് നല്ല രസമായിരിക്കും. കാര്യം നമുക്ക് രണ്ടുപേർക്ക് പരസ്പരം മനസ്സിലാക്കാനും ഒരുപാട് നേരം ഒരുമിച്ചിരിക്കാനും പറ്റുന്ന ഒരു യാത്രയായിരുന്നു. ഇത് കണ്ടോ, നട്ടുച്ചയ്ക്ക് പോയപ്പോഴുള്ള പൊന്മുടിയുടെ അവസ്ഥയാണിത്. ഫുൾ കോടയായിരുന്നു. നല്ല അടിപൊളി ഭംഗിയായിരുന്നു പൊന്മുടി കാണാൻ. മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതിൻ്റെ കൂടെ മഴയും. ഇത് രണ്ടും കൂടെയാണ് ഞങ്ങളുടെ ബുള്ളറ്റ് യാത്ര ഏറ്റവും അടിപൊളിയാക്കിയത്. അവസാനം ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് എല്ലാ ഹെയർപിന്നും താണ്ടി ഞങ്ങൾ പൊന്മുടിയിൽ ഏറ്റവും ടോപ്പിലെത്തി. ഹിൽ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഫുൾ കോട കാരണം ഒന്നും കാണാൻ പറ്റില്ല. അന്ന് ഒരുപാട് തിരക്കായിരുന്നു. അന്ന് ഞങ്ങളൊരു അവധി ദിവസമാണ് പോയത്. ഒരു സാറ്റർഡേ ആണ് പോയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പൊന്മുടിയിലോട്ട് പോകാൻ നേരത്ത് ഫുൾ ആളുകളായിരുന്നു. ബസ് സ്റ്റോപ്പായാലും കുറേ KSRTC ഇങ്ങോട്ട് സർവീസ് ചെയ്യുന്നുണ്ട് പൊന്മുടിയിലോട്ട്. ഇപ്പോൾ പ്രിയദർശിനി ബസ്സൊക്കെ വന്നതോടുകൂടി അങ്ങനെയും യാത്രകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. ഒരുപാട് കപ്പിൾസ് ആയാലും ഫാമിലി ആയിട്ടും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ പൊന്മുടിയുടെ അവസ്ഥ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പൊന്മുടി. ആ മഴയത്തും ആ ഒരു മഞ്ഞത്തും ഒക്കെ കാണാൻ ഒരു 12:30-1 മണി സമയത്ത് പൊന്മുടിയാണ് ഈ മഞ്ഞ് മൂടി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ആ ഒരു ഇതും. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. എൻ്റെ ഇത് 2ാമത്തെ ട്രിപ്പാണ് പൊന്മുടിയിലോട്ട്. അപ്പോൾ കുറേ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു. ഇത്രയും നേരം യാത്ര ചെയ്ത ക്ഷീണത്തിന് ഇനി കുറച്ച് റൊമാൻസ് ഒക്കെ ആവാം. അപ്പോൾ ഞങ്ങൾ നടന്നും ഇരുന്ന് മുഖത്തോട് മുഖം നോക്കിയൊക്കെ കുറേ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് മഴ നനയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു റീലാക്കി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി വൈബ് പ്ലേസ് ആണ്. ആരും മിസ് ചെയ്യരുത്. ഇപ്പോഴൊന്നും പോകണ്ട കേട്ടോ. ഇനി തുറന്ന് ഒന്ന് സേഫൊക്കെ ആയ ശേഷം എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്പേസ് ആണ്. ഈ ഒരു ക്ലൈമറ്റ് ആണ് ബെസ്റ്റ് പൊന്മുടിയിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഹിൽ ടോപ്പിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നേരത്തെ ക്ഷീണത്തിൽ ഞങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ നിവർത്തിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. കപ്പിൾസായിട്ട് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. മഴയൊക്കെ കഴിഞ്ഞ് സേഫായിട്ട് എല്ലാവരും പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോരുന്ന വഴിക്കാണ് ഞങ്ങൾ സിപ്പ് ലൈൻ കണ്ടത്. അപ്പോൾ കപ്പിൾസായിട്ടൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ്. അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ, സീ യു.